ഹായ് ഫ്രണ്ട്സ്, ഏതോ ജന്മകൽപ്പനയുടെ ഏറ്റവും പുതിയ പ്രമോവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മനോരമയ്ക്ക് വേണ്ടിയിട്ട് പായസമൊക്കെ ഉണ്ടാക്കിയിട്ട് പ്രീതി കൊണ്ടു കൊടുക്കുകയാണ്. ഈ സമയത്ത് മനോരമയാണെന്നുണ്ടെങ്കിൽ അമ്മായിമ്മ പോലും എടുക്കാൻ തയ്യാറായിട്ട് നിൽക്കാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് മധുരമുള്ള സാധനങ്ങളൊന്നും ഇഷ്ടമല്ല എന്ന് നിനക്ക് അറിയാലോടി, എന്നിട്ടും നീ എന്നോട് ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്നൊക്കെ പറയുകയാണ്. നീ മനഃപൂർവ്വമാണ് ഇതൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നതെന്നൊക്കെ പറഞ്ഞിട്ട് പ്രീതിനെ പിടിച്ച് വലിച്ച് പുറത്താക്കാണ്. എന്നിട്ട് പ്രീതിയാണെന്നുണ്ടെങ്കിൽ പുറത്ത് വന്നിട്ട് കരയാണ്. സമയം ശ്രുതി വന്നിട്ട് പ്രീതിയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. എന്തായാലും മുള്ളിന് മുള്ളുകൊണ്ട് തന്നെ നമുക്ക് എടുക്കാം, പായസം വെച്ചിട്ട് ആളുടെ ചേച്ചീൻ്റെ വഴക്ക് പറഞ്ഞത്, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വേറൊരു രീതിയിൽ കളിക്കാമെന്നൊക്കെ പറഞ്ഞ് ശ്രുതി ഒരു ഐഡിയ ഒക്കെ പറഞ്ഞു കൊടുത്തിട്ട് വേറെ പായസമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, മധുരമില്ലാത്ത പായസമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ മധുരമില്ലാത്ത പായസം ഉണ്ടാക്കുന്ന സമയത്ത് ശ്രുതിക്ക് ഒരു ഐഡിയ തോന്നാണ്, ഈ ഒരു മധുരമില്ലാത്ത പായസം അശ്വിൻ സാറിന് ചിലപ്പോൾ ഇഷ്ടമാവും, അപ്പോൾ മധുരമില്ലാത്ത പായസം സാറിന് കൊണ്ടു കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് അശ്വിൻ്റെ അടുത്തേക്ക് പോകുകയാണ് കേട്ടോ. അശ്വിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ പെട്ടെന്ന് തന്നെ അശ്വിന് പായസം കൊടുക്കുമ്പോൾ അശ്വിൻ ഇങ്ങനെ തിരിയണ വഴിക്കാണ്ടോ ശ്രുതി പായസം ഇങ്ങനെ പാത്രത്തിലാക്കി കൊണ്ടുവരുന്നത്. പെട്ടെന്ന് തന്നെ അശ്വിൻ്റെ നെഞ്ചത്തേക്ക് തട്ടിയിട്ട് അത് അശ്വിൻ്റെ മേത്തേക്ക് വീഴാൻ കേട്ടോ. ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് കേട്ടോ. അത്രയാണ് പ്രമോൽ കാണിച്ചിട്ടുള്ളത്. എന്തായാലും ഈ സമയത്ത് അഞ്ജലി ആണെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ സംശയങ്ങളൊക്കെ തോന്നി തുടങ്ങിയല്ലോ. അതുകൊണ്ട് തന്നെ അഞ്ജലി ഇങ്ങനെ ഇവർ വാച്ച് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് അഞ്ജലി അവിടേക്ക് വരുമ്പോൾ അശ്വിനാണെന്നുണ്ടെങ്കിൽ തൻ്റെ പ്ലേറ്റ് മാറ്റാണ്. ആദ്യം ശ്രുതിനെ വഴക്ക് പറയാൻ തീരുമാനിച്ച് പെട്ടെന്ന് തന്നെ ദേഷ്യപ്പെടുകയാണ്. പക്ഷേ അഞ്ജലിനെ കാണുമ്പോൾ ശ്രുതിയല്ല അശ്വിനാണെന്നുണ്ടെങ്കിൽ ആ പായസം വാങ്ങിച്ച് ഇങ്ങനെ ശ്രുതിയുടെ വായിൽ വെച്ച് കൊടുക്കുകയും ശ്രുതിയുടെ കൈകൊണ്ട് തൻ്റെ വായിലേക്ക് സ്പൂൺ വെച്ച് ആ പായസം കഴിക്കുകയൊക്കെ ചെയ്യാൻ കേട്ടോ. ഭയങ്കര സ്നേഹത്തോട് കൂടിയിട്ട് പെരുമാറാണ്. ഈ സമയത്ത് ശ്രുതിക്ക് പായസം വെച്ചെടുക്കുമ്പോൾ ശ്രുതിയുടെ നെറുകയിൽ കയറുന്നുണ്ട് കേട്ടോ പായസം. അപ്പോൾ പെട്ടെന്ന് തന്നെ അശ്വിൻ ഓടിപ്പോയിട്ട് വെള്ളമൊക്കെ എടുത്തുകൊണ്ട് കൊടുക്കുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇനി അശ്വിനാണെന്നുണ്ടെങ്കിൽ ശ്രുതിയോട് ഇത്ര സ്നേഹത്തോടു കൂടി പെരുമാറുമ്പോൾ ശ്രുതിക്ക് എന്തോ ഒരു സംശയം പോലെ തോന്നാണ് കേട്ടോ. ഇതെന്ത് ഇങ്ങനെ എന്നൊക്കെ ആലോചിച്ചിട്ട് ഇപ്പുറത്തൊക്കെ നോക്കുമ്പോൾ പെട്ടെന്ന് അഞ്ജലിനെ കാണാൻ കേട്ടോ. അപ്പോൾ മനസ്സിലാവാണ് അഞ്ജലി ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ആക്ട് ചെയ്യുന്നതിന്. അപ്പോൾ ശ്രുതിയെ തെരപ്പിൽ പോയിട്ട് വെള്ളമൊക്കെ എടുത്തുകൊണ്ട് കൊടുക്കുന്ന സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, അഞ്ജലി മേഡം പോയി, ഇനി അഭിനയിച്ചത് മതി എന്ന് പറയും കേട്ടോ. അങ്ങനെ പക്ഷേ സത്യത്തിൽ അശ്വിനാണെന്നുണ്ടെങ്കിൽ ശ്രുതിക്ക് ഇങ്ങനെ നിറയെ പോകുന്നത് കണ്ടിട്ട് സങ്കടമായിട്ട് തന്നെയാണ് ശരിക്കും വെള്ളം എടുത്തുകൊണ്ട് കൊടുത്തത്. പക്ഷേ ശ്രുതി വിചാരിക്കുന്നുണ്ട് അതും അഭിനയമാണെന്നൊക്കെയാണ്. അപ്പോൾ ഇത്രയൊന്നും പ്രമോല് കാണിച്ചിട്ടില്ല, വളരെ കുറച്ച് മാത്രമേ പ്രമോല് കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.